Hi dears. So നമ്മുടെ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരുപാട് പേര് ഇപ്പം MBBSന് സീറ്റ് ഉറപ്പിച്ചിട്ടിരിക്കുന്നവരുണ്ടാവും. ചില ആൾക്കാർ ഇപ്പോൾ MBBS വേണ്ട എന്നാൽ ഞാൻ BDSന് പോവാം എന്നൊക്കെ തീരുമാനിച്ചിരിക്കുന്നവരുണ്ടാവും. മക്കളെ, ഈ MBBSും BDSും എന്നല്ലാതെ ഒരുപാട് കോഴ്സുകൾ നമുക്ക് നീറ്റിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഈ MBBS BDS കൂടാതെ നമ്മുടെ നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ് ആണ് BHMS ഹോമിയോപ്പതി, അതുപോലെ BUMS യുനാനി, BAMS ആയുർവേദ, BSMS സിദ്ധ മെഡിസിൻ, നാച്ചുറോപ്പതി വരുന്ന BNYS. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാവുന്ന കോഴ്സുകളാണ്. ഇതിനു പുറമെ വേറൊരു നല്ല കോഴ്സാണ് BPT എന്ന് പറയും, ദാറ്റ് ഈസ് ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി. നിങ്ങൾക്കൊരു പ്രൊഫഷണൽ ഫിസിയോതെറാപ്പിസ്റ്റ് ആവാൻ BPT കഴിഞ്ഞ് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സ്കോപ്പുള്ളൊരു ജോബ് പ്രൊഫൈലാണ് BPT. പിന്നെ നിങ്ങൾക്ക് നീറ്റ് സ്കോർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് നമ്മുടെ ജിപ്മർ എയിംസിലൊക്കെ PSC നഴ്സിംഗ് ചെയ്യുന്നത്. ഇതും നീറ്റിൻ്റെ സ്കോർ വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് കയറുന്ന സീറ്റുകളാണ് ജിപ്മർ എയിംസിലൊക്കെയുള്ള BSc നഴ്സിംഗ് സീറ്റുകൾ. വളരെ നല്ല ജോബ് പ്രൊഫൈലാണ്, നല്ലൊരു കോഴ്സായിരിക്കും. അഥവാ ഇനി നീറ്റ് സ്കോർ കുറച്ചൊന്ന് കുറഞ്ഞു പോയവരാണെങ്കിൽ യു ക്യാൻ ചൂസ് ദിസ് ഓപ്ഷൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് നമ്മുടെ വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. നിങ്ങൾ ചില ആൾക്കാർ ഇതിനൊന്ന് ഡീഗ്രേഡ് ചെയ്ത് കാണും, പക്ഷേ യു നോ വാട്ട്, ഏറ്റവും അധികം ഒരുപാടധികം ജോബ് സാധ്യതകൾ ഉള്ള ഒരു ജോബ് പ്രൊഫൈലാണ് ആക്ച്വലി, അല്ലെങ്കിൽ ഒരു കോഴ്സാണ് ഈ ബാച്ചിലർ ഓഫ് വെറ്ററിനറി സയൻസ് ആൻഡ് ആനിമൽ ഹസ്ബൻഡറി. ഒരുപാട് മേഖലകളിൽ നിങ്ങൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് മേഖലകളിൽ ജോലി സാധ്യത വരുന്നൊരു ഫീൽഡാണിത്. സോ ഇതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു നല്ല കോഴ്സ് തന്നെയാണ്. സോ നീറ്റിൽ നിങ്ങൾക്ക് പലർക്കും പല സ്കോർ കിട്ടിയിട്ടുണ്ടാവും. MBBS സീറ്റ് ഉറപ്പിക്കാനുള്ള സ്കോർ കിട്ടിയവരുണ്ടാവും, BDS ഉറപ്പിക്കാനുള്ള സ്കോർ കിട്ടിയവരുണ്ടാവും. സോ ചില ആൾക്കാരിങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും, എനിക്ക് MBBS BDS കിട്ടിയിട്ടില്ലല്ലോ, ഇനി ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെയൊന്നും ടെൻഷൻ അടിച്ചിരിക്കാതെ നമുക്ക് ഒരുപാട് മേഖലകളുണ്ട്. ഇനിയിപ്പോൾ മെഡിക്കൽ ഫീൽഡ് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നീറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ഒപ്റ്റോമെട്രി, പെർഫ്യൂഷൻ ടെക്നോളജി, അതുപോലെ എക്സ്റേ ടെക്നീഷ്യൻ, ഡയാലിസിസ് ടെക്നീഷ്യൻ, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്. ക്ലിയർ? അതിൽ നേരത്തെ പറഞ്ഞ നമ്മുടെ BPT കോഴ്സ് 4.5 വർഷത്തെ കോഴ്സാണ് വിത്ത് 6 months കമ്പൽസറി ഇന്റേൺഷിപ്പ്. അത് വളരെ നല്ലൊരു കോഴ്സാണ്. അപ്പോൾ പല ആൾക്കാരും അറിയാതെ പോകുന്നുണ്ട് ഇതിനെക്കുറിച്ച്. എല്ലാവരുടെയും മനസ്സിലെന്ന് വെച്ചാൽ ആകെ MBBS BDS അത് മാത്രമാണ് നമ്മുടെ നീറ്റ്, അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും ആയുർവേദ, ഹോമിയോപ്പതി, ഇത് മാത്രമാണ് നമ്മുടെ നീറ്റിൻ്റെ സ്കോർ വെച്ച് നമുക്ക് പോകാൻ പറ്റുന്ന കോഴ്സ് എന്നാണ് എല്ലാവരുടെയും വിചാരം. സോ മക്കളെ, നിങ്ങൾ എല്ലാവരോടും നിങ്ങളുടേതായ മേഖല തിരിച്ചറിയാം. ഇൻ കേസ് നിങ്ങൾക്ക് MBBS BDS കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ പല മേഖലകളും ഉണ്ടാവും. യു ക്യാൻ എക്സൽ ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സ്. നമ്മൾ ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കില്ല, നമ്മൾ പല മേഖലയിൽ. നമ്മളിപ്പം ഒരുപാട് റോഡ്സ് ഉണ്ടാവും നമുക്ക് ലൈഫിൽ. നമ്മൾ ഏത് റോഡ് തിരഞ്ഞെടുത്താലും ആ റോഡിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മാക്സിമം ചെയ്തു കഴിഞ്ഞാൽ യു വിൽ എക്സൽ ഇൻ ദാറ്റ് ഫീൽഡ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൈവേർഷൻസ് എടുക്കാണ്ട് നിങ്ങൾക്ക് ഒരുപാട് മേഖലയിലേക്ക് തിരിഞ്ഞു പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് MBBS BDS മാത്രം കിട്ടിയാലേ ജയിക്കും എന്നൊന്നും വിചാരിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് മേഖലകളിലേക്ക് പോകാം. സോ ഡിഫറെൻറ്റ് ഫീൽഡുകൾ തിരഞ്ഞെടുക്കുക, ഡിഫറെൻറ്റ് ജോബ് പ്രൊഫൈലുകൾ തിരഞ്ഞെടുക്കുക. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.